പൊന്നാനി ഐശ്വര്യ തിയേറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രത്തിൻ്റെ ഹൗസ്ഫുൾ ഷോയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഷാനവാസ് കെ ബാവക്കുട്ടി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനെ കുറിച്ച് കുറച്ച് ദിവസം പിന്നിടുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒപ്പം ഇന്ന് ഈ തിയേറ്ററിൽ പൂർണിമ ഇന്ദ്രജിത്തും അതുപോലെ പ്രിയംവദ മറ്റ് താരങ്ങളൊക്കെ എത്തുന്നുണ്ട്. നമുക്ക് അവരോടുകൂടി ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചോദിക്കാം. സ്പെഷ്യൽ ഷോ വെച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഷോ ആണ്. നമുക്ക് 550 ടിക്കറ്റാണ് രണ്ട് തിയേറ്ററിൽ പറ്റുന്നത്. 800 ടിക്കറ്റിൻ്റെ ബുക്കിംഗാണ് വന്നത്. അത് ഈ സിനിമ സ്ത്രീകൾ നെഞ്ചിലേക്കുള്ള തെളിവാണ്. അപ്പോൾ ധൈര്യസമേതം കുടുംബസമേതം വരാവുന്ന ഒരു അവസ്ഥ ഈ സിനിമയ്ക്കുണ്ട്. ഒരു കട്ടിൽ ഒരു മുറി ഈ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രഘുദാർ സാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സാർ, ഇപ്പോൾ ചിത്രം ഇറങ്ങി കുറച്ച് ദിവസമായി, എന്താണ് ഫീഡ്ബാക്ക്? പടം നല്ല അഭിപ്രായമുണ്ട് പലർക്കും. തിയേറ്ററിലേക്ക് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പല ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് കൂടുതലും വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അവസാനം ആകുമ്പോഴേക്കും എല്ലാവരും വളരെ ഹാപ്പിയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. സന്തോഷം. പലരും കണ്ണ് നിറഞ്ഞൊക്കെയാണ് ഇറങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ പൊന്നാനിയിൽ ഹൗസ്ഫുൾ ഷോയാണ്. അതെ, അങ്ങനെ ഈ ഷോ ഇപ്പോൾ ഹൗസ്ഫുള്ളാണ്. അടുത്ത് മറ്റേ വേറൊരു തിയേറ്ററിലും ഇതിൽ ഹൗസ്ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. സന്തോഷം ഉണ്ട്, ഒരുപാട് സന്തോഷം. ഇഷ്ടമായി, എല്ലാവരോടും പറയും. നല്ല അടിപൊളിയായി. നല്ല ഇനി ഇതേമാതിരി നല്ലത് വന്നാൽ ഇനിയും വരും ഞങ്ങൾ. നല്ല സൂപ്പറായി. നല്ല പടമാണ്. എല്ലാവരും നല്ല റോള് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയമായിരുന്നു. നല്ല പടം. നല്ല പടം. സൂപ്പർ പടം. അടിപൊളി പടം. സൂപ്പർ പടം. ഇഷ്ടമായി. അടിപൊളി. അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു. ആ, ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടം നല്ല ഇഷ്ടമായി. നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഷാനവാസിനൊന്നും കാണാൻ പറ്റില്ല. അടുത്തുനിന്ന് അത്ര ദൂരത്തുനിന്നാണ് കണ്ടത്. ഇനിയും കാണാൻ തോന്നുന്നു. നല്ല ഇഷ്ടമായി മോളെ. അടിപൊളി. നമ്മുടെ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള പൂർണിമ ചേച്ചിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി, പടം ഇറങ്ങി കുറച്ച് ദിവസമായി, എന്ത് തോന്നുന്നു? സന്തോഷം. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അന്ന് രാവിലെയാണ് എത്തുന്നത്. ഞാൻ പടം ഇറങ്ങിയ ദിവസം തൊട്ടുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് റെഗുലർലി കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസും എന്തൊക്കെയാണ് അവർക്ക് പടത്തിൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിൽ സന്തോഷമുള്ള കാര്യം. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മെസ്സേജ് ചെയ്യുന്നതും പറയാതെ പോയ പല കാര്യങ്ങൾ അവർക്ക് സിനിമയിലൂടെ ഫീൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ സന്തോഷമുള്ള കാര്യം. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലല്ലോ. അത് സാധാരണ ചെറിയ പടമല്ലേ ഉള്ളൂ, അങ്ങനെയല്ലേ വിചാരിക്കില്ല. പക്ഷേ അത് ആൾക്കാർക്ക് ഓരോരുത്തർ അവരുടേതായ രീതിയിലാണ് അത് അവർ റിസീവ് ചെയ്യുക. അങ്ങനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ മെസ്സേജുകളിലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ അവർക്ക് പടം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. സോ സന്തോഷമാണ്. കുറേ കാലത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം
ഈ സിനിമ ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രം വാലേരി സാറുടെ സ്ക്രിപ്റ്റിൽ വന്ന് ഷാനവാസ് ബാവക്കുട്ടിയുടെ സംവിധാനത്തിലുള്ള ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കട്ടിൽ മുറിയാണ് പ്രധാനം അല്ലേ. അപ്പോൾ അതിൽ വന്ന് ബാക്കി ആ കട്ടിൽ മുറിക്കും ചുറ്റുമുള്ള വന്നു പോകുന്ന മനുഷ്യരുടെ ഒരു കഥയാണ്. ഒരു അപ്രോച്ചിന് ഭയങ്കര ഡിഫറെൻ്റാണ്. വളരെ കാവ്യാത്മകമായിട്ടുള്ളൊരു അപ്രോച്ചാണ്. കാരണം ഒരിക്കലും ഇന്നത്തെ സിനിമയുടെ സർക്കംസ്റ്റൻഷ്യൽ സിറ്റുവേഷൻ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഡിജിറ്റൽ ലോകത്ത് തന്നെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. സിനിമ വ്യൂയിങ്ങിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് സിനിമ സ്വീകരിക്കുന്ന രീതിയിലും സിനിമയിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും വളരെയധികം മാറ്റമുണ്ട്. അതേസമയം തന്നെ ഈ സാഹചര്യത്തിലാണ് പല സിനിമകളും പറഞ്ഞു പോകുന്നത്, പല കഥകളും പറഞ്ഞു പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാലത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പടത്തിന്റെ ഒരു ഫീഡ്ബാക്ക് എത്രത്തോളം ഉണ്ടെന്ന് എക്സ്പീരിയൻസ്? അയ്യോ, വളരെയധികം സന്തോഷം. നമ്മൾ ചെയ്തൊരു മൂവി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഇത്രയും എന്താ പറയുക, ടീം വർക്കായി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു മൂവി ഇന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് ആൾക്കാർ ഇത്രയും സന്തോഷത്തോടെ വന്ന് പറയുന്നു. അതൊക്കെ ഭയങ്കര വലിയ സാറ്റിസ്ഫാക്ഷനാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഷാനവാസ്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണ്. അതെ, എൻ്റെ ഫസ്റ്റ് മൂവി തൊട്ടപ്പൻ ഡയറക്റ്റ് ചെയ്ത് ഷാനവാസ്കയാണ്. അപ്പോൾ എൻ്റെ സിനിമ എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു തന്ന ഡയറക്ടറാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത പടത്തിൽ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ പൂർണിമ ചേച്ചിയുടെ കൂടെയാണ് പിന്നെ അഭിനയിക്കുന്നത്. ആ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇനിയും ആക്ച്വലി ഭയങ്കര കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഒപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞത് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട്. അതിന് മുന്നേ നമുക്ക് പരിചയമില്ല. ആദ്യത്തെ ദിവസം ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയം തൊട്ട് പിന്നെ അവസാനം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞെടുക്കുന്ന ഫോട്ടോഗ്രാഫ് വരെ ആ ഒരു യാത്ര ഭയങ്കര രസമുള്ള യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു അക്കമ്മ മധുമയെ കൂടുതൽ അറിഞ്ഞെടുത്രയും പൂർണിമയ്ക്ക് പ്രിയമതയെ അറിയാൻ പറ്റിയിട്ടില്ല. അത്രയും ഞങ്ങൾ അടുത്ത് ക്യാരക്ടേഴ്സ് തമ്മിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടും അത്രയും ഭയങ്കര ജെന്വൻ റിലേഷൻഷിപ്പായിരുന്നു. അത് ആക്ച്വലി പടം കാണുമ്പോൾ ഭയങ്കര എവിഡൻ്റ് ആട്ടോ. ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇക്വേഷൻ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ, ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ചെയ്തൊരു പടം ആൾക്കാർ കണ്ടിട്ട് ഇങ്ങനെ ഇത്രയും സന്തോഷത്തോടെ റിയാക്ട് ചെയ്യുന്നു, അഭിപ്രായങ്ങൾ വന്ന് പറയുന്നു. ഭയങ്കര അധികം സന്തോഷം. ഇങ്ങനെ എല്ലാവരും ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റു നടന്മാരൊക്കെ കണ്ടവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളാണ്. അപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര അധികം സന്തോഷം. ക്യാരക്ടർ തൊട്ടപ്പല്ല് വെച്ച് നോക്കുമ്പോൾ ഇതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. നോട്ട് ജസ്റ്റ് എന്താ പറയുക, ഒരു എക്സ്റ്റീരിയർ നിലയ്ക്കല്ലേ. ഇപ്പം എല്ലാം രീതിക്ക് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് മധുമിയ, ഈ പടത്തിലെ എൻ്റെ കഥാപാത്രം. സോ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എന്താ പറയുക, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റി. സോ അതിന് പലേരി സാർക്കും ഷാനവാസ്കയ്ക്കും താങ്ക് യു. എനിക്ക് തോന്നുന്നു സ്ത്രീകളിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, പക്ഷേ സ്ത്രീകൾ മനസ്സിലാക്കി അവർ മുന്നോട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ കുറേയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സിനിമ ഇവിടെ സ്ത്രീകൾ എല്ലാവരും കാണാൻ വരുന്നുണ്ട്. ഇത്രയും ആൾക്കാർ വളരെയധികം 500ഓളം പേര് വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷമാണ്. ഒരുപാട് സന്തോഷം. കുറച്ച് നേരം സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളും ബഹുദൂരം എത്ര ദൂരം യാത്ര ചെയ്തിട്ട് എല്ലാവരും വന്നിരിക്കുന്നത് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് വിക്രമാദിത്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം ഡയറക്ടർ കൂടിയാണ്. അത് നിങ്ങൾക്ക് അതുകൊണ്ടൊരു പേഴ്സണൽ ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ? തീർച്ചയായും. ഐ അണ്ടർസ്റ്റാൻഡ്. ഓൾ ദി ബെസ്റ്റ് ടു യു. കൺഗ്രാറ്റുലേഷൻസ് ടു യു ടു. പൊന്നാനിയല്ലേ ഇപ്പോഴും സിനിമേനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളവർ. പിന്നെ ഈ ഫാമിലിയുള്ള ആൾക്കാർ മുഴുവൻ വന്നത് ഒരു കട്ടിലൊരു മുറി കാരണം നമ്മളുടെ ഒരു വലിയ സിനിമ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം.
എല്ലാവർക്കും സിനിമ ഇഷ്ടമായി എന്ന് പറയണു. പിന്നെ പ്രത്യേകിച്ച് സാറിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഒരു സിനിമയാണ്. ഒരുപാട് ഇന്നർ മീനിങ്സ് ഉള്ള ഒരു സിനിമയാണ്. നമ്മുടെയൊക്കെ ഫാമിലികളിലൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫാമിലീസിലൊക്കെ ഉള്ളൊരു സ്റ്റോറി പ്ലോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റോറിയാണത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഷാനവാസ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൂർണിമ ചേച്ചിയുടെ പോർഷൻ കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചെയ്യുന്നത്. ആൻഡ് ഹക്കീമും പ്രിയയും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ. എസ്പെഷ്യലി ആ സ്റ്റോറിയാണ് അതിൻ്റെ ഡിമാൻഡ് ചെയ്യുന്നത്. ആ ഒരു സിനിമേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഭയങ്കര ഭംഗിയുള്ള കഥയാണത്. നമ്മളൊരു ബുക്കൊക്കെ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നോവലൊക്കെ ഒരു ഫിക്ഷനൊക്കെ ഇരുന്ന് വായിക്കുന്ന പോലെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വായിക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന ഒരു സിനിമയാണ്.